ഓൺലൈൻ മദ്യവിൽപ്പനയിൽ തീരുമാനമായിട്ടില്ല. മന്ത്രി എം.ബി. രാജേഷ്. ഓൺലൈൻ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. എടുത്തുചാടുന്ന തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വരുമാന വർധനവിന് മറ്റു കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. കഴിഞ്ഞ 4 വർഷത്തിനിടെ മദ്യത്തിന് വില കൂട്ടിയിട്ടില്ല. മറ്റു പല സാധനങ്ങളുടെ വിലയും വർദ്ധിപ്പിച്ചു. ഓൺലൈൻ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ പ്രപ്പോസൽ നേരത്തെയും എത്തിയിട്ടുണ്ട്. എന്നാൽ തൽക്കാലം അത് പരിഗണിക്കേണ്ടതില്ല എന്നതായിരുന്നു തീരുമാനം. പല പ്രപ്പോസലുകളും വരാറുണ്ട്. ചർച്ച ചെയ്താണ് ഒരു നയം ആവിഷ്കരിക്കുന്നത്. ക്യാബിനറ്റ് അംഗീകരിച്ച മദ്യനയത്തിനകത്തു നിന്നാണ് സർക്കാർ തീരുമാനമെടുക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ പൊതുവെ യാഥാസ്ഥിതിക സമീപനമാണ് എല്ലാ കാലത്തും പുലർത്തിക്കാണുന്നതെന്ന് ഓൺലൈൻ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് മന്ത്രി പ്രതികരിച്ചു. മറ്റു പല കാര്യങ്ങളിലുള്ളതുപോലുള്ള യാഥാസ്ഥിതികത്വമോ ഇരട്ടത്താപ്പോ ഇക്കാര്യങ്ങളിൽ പലരും പുലർത്താറുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ നേതൃത്വം കൊടുക്കുന്നവർ ഇവിടെ അത് നടപ്പിലാക്കാൻ സമ്മതിക്കാറില്ലെന്നും എം.ബി. രാജേഷ് കൂട്ടിച്ചേർത്തു. വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട് നികുതി ഘടന നിശ്ചയിച്ച് കിട്ടേണ്ടതുണ്ട്. അത് ധനവകുപ്പിൻ്റെ പരിഗണനയിലാണ്. നികുതി ഘടനയിൽ തീരുമാനമായി കഴിഞ്ഞാൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാവുന്നതാണ്, മന്ത്രി പറഞ്ഞു. ആപ്പിലൂടെ ബുക്ക് ചെയ്യുന്നവർക്ക് മദ്യം വീട്ടിലെത്തിക്കാൻ അനുമതി നൽകണമെന്ന് ബിവറേജസ് കോർപ്പറേഷൻ സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ട്. 23 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രം മദ്യം നൽകാനാണ് ശുപാർശ. ബുക്ക് ചെയ്യുന്നവർക്ക് മദ്യം വീട്ടിലെത്തിക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ബെവ്കോ. അനുകൂല തീരുമാനമുണ്ടായാൽ വാതിൽപ്പടി മദ്യവിതരണം ആരംഭിക്കുമെന്നും ബെവ്കോ അറിയിച്ചു. ഓൺലൈൻ ഡെലിവറി കമ്പനിയായ സ്വിഗ്ഗി പദ്ധതിയോട് താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട്.